പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തുടരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ വനം വകുപ്പിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് CPM-ഉം കേരള കോൺഗ്രസും. പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. ആർക്കെതിരെ? വനം വകുപ്പിനെതിരെ. വന്യജീവി ആക്രമണം ചർച്ച ചെയ്യാൻ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി 24-ന് ചേരും. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന വന്യജീവികളെ സംരക്ഷിക്കേണ്ടതില്ലെന്നാണ് പാർട്ടി നിലപാടെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ CPM-ന് വ്യക്തമായ നിലപാടുണ്ടെന്നായിരുന്നു CV വർഗീസിന്റെ പ്രതികരണം. നമുക്ക് ആ പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. വനഭൂമിയെ സംബന്ധിച്ച്, വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലപാട് CPM-നുണ്ട്. സംസ്ഥാനത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കുറേ കാര്യം ചെയ്യേണ്ടതുണ്ട്. വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഓരോ മണ്ഡലങ്ങളിൽ വന്ന മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് ചർച്ച ചെയ്യപ്പെട്ട് ക്രിയാത്മക നിർദ്ദേശം സ്വീകരിച്ചു. ആ സ്വീകരിച്ച നിയമം അനുസരിച്ച് സംസ്ഥാനത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ യാതൊരു നടപടി സ്വീകരിക്കുന്നില്ല. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ ആവശ്യമായ RRT വെക്കണം. എവിടെ ആളുകൾ കൊലയപ്പെട്ടാൽ ആനയെ ആക്രമിച്ച് കൊല്ലുമ്പോൾ RRT വരുന്നത് മനുഷ്യൻ്റെ ജീവൻ അപഹരിച്ചതിന് ശേഷം മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് സംസ്ഥാനത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മെല്ലപ്പോക്കുണ്ട്. എത്രയോ കാലമായ ആ മൂന്നാറിൽ വന്ന പടയപ്പ എന്ന് പറയുന്ന ആന എവിടെ കിടന്ന് മനുഷ്യ ജീവിതത്തെ രസിക്കല്ലേ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ. ആ ആന വരാതിരിക്കാൻ ആവശ്യമായ RRT വിട്ടതിന് ഉൾവലത്തിലേക്ക് വളർത്തിവിടാനുള്ള നിലപാട് സ്വീകരിക്കണം. നമുക്ക് വന്യജീവി അക്രമം ഉണ്ടാകുന്നു, ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നു, വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയത്തില്ല. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം. അത് ഫലപ്രദമായ മാർഗങ്ങൾ സ്വീകരിക്കണം. വന്യജീവികളെ വനത്തിനുള്ളിൽ തന്നെ നിലനിർത്തണം. അവർക്ക് അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. സംരക്ഷിത വനമേഖലയുടെ പുറത്തേക്ക് ഇറങ്ങുന്ന വന്യജീവികൾക്ക് യാതൊരു രീതിയിലുള്ള സംരക്ഷണവും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള അഭിപ്രായം. വെളിയിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. അത് നശിപ്പിക്കേണ്ടതാണെങ്കിൽ നശിപ്പിക്കണം, വെടിവെച്ച് കൊല്ലേണ്ടതാണെങ്കിൽ വെടിവെച്ച് കൊല്ലണം. ഇത് 1972 വന്യജീവി സംരക്ഷണ നിയമത്തിനകത്ത് സമഗ്രമായ ഭേദഗതികൾ വരുത്തേണ്ടത് ആവശ്യമാണ്. കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാവും. സംസ്ഥാന തലത്തിൽ തന്നെ സമരപരിപാടികളുണ്ട്, ജില്ലാ തലത്തിലുള്ള പരിപാടികൾ ആലോചിക്കുന്നുണ്ട്. അതിനകത്ത് കേരള കോൺഗ്രസിന്റെ മാർഗനിർദ്ദേശങ്ങളോട് കൂടിയാണ് ആ രീതിയിൽ അതിന്റെ പരിഹാരം കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. നമുക്കിപ്പം സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ് രാജാക്കാട്, വെരി ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ എങ്ങനെയാ, തണുപ്പൊക്കെ ഉണ്ടോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇടുക്കിയിൽ രാവിലെ നല്ല തണുപ്പാണ്, നല്ല മഞ്ഞുണ്ട്. നമുക്ക് നോക്കുമ്പോൾ കാണാം, നല്ല മഞ്ഞുണ്ട്, തണുപ്പാണ്. പക്ഷേ അല്പം കഴിയുമ്പോൾ കടുത്ത ചൂടാണ്. വേനലിന്റെ കാഠിന്യം ഏറിക്കഴിഞ്ഞിരിക്കുന്നു ഇടുക്കിയിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ. ഓക്കെ സന്ദീപ്, എന്തായാലും കൗതുകകരമായ ഒരു വാർത്തയാണ്. വനം വകുപ്പിനെതിരെ സർക്കാരിന്റെ തന്നെ പ്രധാനപ്പെട്ട 2 കക്ഷികൾ സമരത്തിനിറങ്ങുകയാണ്. വനം വകുപ്പിനെതിരെ CPM-ഉം കേരള കോൺഗ്രസ് മാണി വിഭാഗവുമാണ് സമരം. അവർ തീരുമാനിച്ചു കഴിഞ്ഞോ? പ്രത്യക്ഷ സമരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഡോക്ടർ അരുൺകുമാർ, ഇക്കാര്യത്തിൽ CPM സമരം നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ആദ്യഘട്ടം എന്ന രീതിയിൽ ഒരു പന്തംകൊളുത്തി പ്രകടനം ഈ ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് കഴിഞ്ഞയാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ തുടർ സമരത്തിലേക്ക് നീങ്ങുവാനാണ് CPM-ന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. CPM എല്ലാ വനം വകുപ്പിന്റെ ഓഫീസിലേക്കും തുടർച്ചയായ സമരങ്ങളിലേക്ക് നീങ്ങുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. CPM-ന്റെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ ഇക്കാര്യവും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ഏതു തരത്തിൽ സമരവുമായി മുമ്പോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തിരുന്നു. ആ കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ആ സംസ്ഥാന നേതൃത്വത്തിന്റെ അംഗീകാരത്തോടു കൂടി തന്നെ തുടർ സമരങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഒരു തീരുമാനം എത്തിയിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി നേരത്തെ മുതൽ തന്നെ രൂക്ഷമായ വിമർശനം വനംവകുപ്പിനെതിരെ എടുക്കുന്നതാണ്. മന്ത്രിയടക്കം പങ്കെടുക്കുന്നു. ഇക്കാര്യത്തിൽ ഇടതു നേതാക്കൾ ഇടുക്കിയിൽ നിന്ന് നിരവധി തവണ മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും നേരിട്ട് കാണുകയും ഇവിടെ എത്തി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആ എടുക്കുന്ന യോഗ തീരുമാനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം. കേരള കോൺഗ്രസിലേക്ക് എത്തിയാൽ കേരള കോൺഗ്രസും സമാനമായ നിലപാട് സ്വീകരിക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ യുവജന വിഭാഗം, യൂത്ത് ഫ്രണ്ട് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ പ്രതിഷേധത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വരുന്ന 24-ാം തീയതി കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുകയാണ്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലെ പ്രധാന അജണ്ടയായി ചർച്ച ചെയ്യുക ഈ വന്യജീവി പ്രതിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളെ കുറിച്ചായിരിക്കും. അടുത്ത ദിവസം തന്നെ ഇടുക്കി ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഇടുക്കി ജില്ലാ കമ്മിറ്റി ഈ വിഷയം മാത്രം എടുത്തുകൊണ്ട് യോഗം ചേരാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് CPM-ന്റെയും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെയും തീരുമാനം. ഇടുക്കി ജില്ലയിൽ നിരവധി ആളുകളുടെ മനുഷ്യജീവനുകൾ നഷ്ടമാകുമ്പോൾ മനുഷ്യജീവന തറവില നിശ്ചയിക്കുകയാണ് വനംവകുപ്പ് എന്നാണ് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് കുറ്റപ്പെടുത്തിയത്. 10 ലക്ഷം രൂപ മുമ്പ് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CPM-ഉം കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഇറങ്ങുന്നത് വനം വകുപ്പിനെതിരെ തന്നെയാണ്. ഒരു പ്രേക്ഷകൻ ജാസ്മിൻ ജെയിൻ പറയുന്നത് പോലെ വനം വകുപ്പിന്റെ വിചാരം വന്യജീവിയുടെ വോട്ട് കിട്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നുവെന്നാണ്. അത് പ്രധാനപ്പെട്ട ഒരു കമന്റാണ്.